സ്വർണ്ണവില കുറയണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ല ഒരു സന്തോഷ വാർത്ത തന്നെയാണ് വരുന്നത്. ഇത് ഇന്ത്യൻ റിയൽ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് പറയുന്നത്. സാധാരണ പറയുന്ന പോലെയല്ല, പൂർണ്ണ ആത്മവിശ്വാസത്തോടെയാണ് പറയുന്നത്. സ്വർണ്ണവില തകർന്ന് തരിപ്പണമായി. നാളെ കേരളത്തിൽ ഒരു 560 രൂപയുടെ അടുത്ത് വില കുറയുന്ന രീതിയിൽ ഉള്ള വൻ തകർച്ചയാണ് കഴിഞ്ഞ ഒരു മണിക്കൂറിൽ സ്വർണത്തിന് ഉണ്ടായത്. അത്രയ്ക്കും വലിയ ഒരു തകർച്ചയാണ് ഉണ്ടായത്. ഇതുപോലെ വരാൻ പോകുന്ന ദിവസത്തെ സ്വർണ്ണവില നേരത്തെ അറിയുന്നതിന് വേണ്ടി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്, എല്ലാം ശരിക്ക് കേൾക്കുക. ഇന്ന് രാവിലെ മുതൽ സ്വർണ്ണവില തകരുന്ന സ്വഭാവമാണ് കാണിച്ചിരുന്നത്. ഒരു 6-7 മണി വരെ അതുപോലെ തന്നെ ഉണ്ടായി. എന്നിട്ട് ഇന്ത്യൻ റിയൽ അതിനെക്കുറിച്ച് പൂർണ്ണ വിവരത്തോടെ ഒരു വീഡിയോ ചെയ്യുകയും ഉണ്ടായി, സ്വർണ്ണവില തകരുന്നു എന്നുള്ളത്. ഇത് ഉറപ്പിക്കുക 8-9 മണി സമയത്തായിരിക്കും എന്നും ഇന്ത്യൻ റിയൽ പറഞ്ഞു. അത് പ്രാവർത്തികമാകും വിധം വൻ തകർച്ച തന്നെയാണ് കഴിഞ്ഞ മണിക്കൂറുകൾ ഉണ്ടായത്. ഏതാണ്ട് അമേരിക്കൻ മാർക്കറ്റുകൾ $, അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ $28 ഏകദേശം 1.53% സ്വർണ്ണവില തകർന്നു. അതായത് കേരളത്തിൽ തന്നെ ഒരു 560 രൂപയുടെ അടുത്തേക്ക് ഈ വില കുറവ് ചിലപ്പോൾ നാളെ ഉണ്ടായേക്കാം. ഇന്ന് അതിൽ $10 രാവിലെ തന്നെ തകർന്നിരുന്നു. അത് കുറച്ച് കഴിഞ്ഞാൽ പോലും വൻ തകർച്ച തന്നെയാണ് കേരളത്തിൽ ഉണ്ടാവുക. ഇത് രാത്രിയിലേക്ക് കൂടുതൽ തകർച്ചയിലേക്ക് നയിക്കുമോ എന്നുള്ളത് കൂടി കാണേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇതിൽ ഇനി ഒരു കുറവ്, ഈ തകർച്ചയിൽ ഒരു നേരിയ കുറവുണ്ടായാലും അതിനെ തരണം ചെയ്യുന്ന രീതിയിലുള്ള, അതായത് നാളെ കുറയുന്നതിലേക്ക് തന്നെ നയിക്കുന്ന രീതിയിലുള്ള ഒരു തകർച്ചയാണ് ഉണ്ടായത്. ഇത്രയും വലിയ തകർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നിവരുന്നത് വളരെ കുറഞ്ഞ രീതിയിലായിരിക്കും. അതുമാത്രമല്ല, ഇത് വൻ തകർച്ചയിലേക്ക് ചിലപ്പോൾ അർദ്ധരാത്രി സമയത്തേക്ക് പോവാനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഇന്ത്യൻ റിയൽ പറയുന്നു, ഈ തകർച്ചയും നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് വീണ്ടും അത് റിക്കവർ ചെയ്യുന്നതായിരിക്കും. നാളെയോ മറ്റന്നാളോ റിക്കവർ ചെയ്തിട്ടില്ലെങ്കിലും ഒരാഴ്ചയ്ക്ക് ശേഷം റിക്കവർ ചെയ്യും. ആരും പരിഭ്രാന്തരായി ആരും എന്തു ചെയ്യേണ്ട, സ്വർണം മുഴുവനും വിറ്റൊഴിവാക്കേണ്ട ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. കാരണം അത് മനസ്സിലാക്കണം, ഇന്ത്യൻ റിയൽ പറയുന്നത് തകർച്ച ഒരു ദിവസത്തേക്കോ അല്ലെങ്കിൽ 2-3 ദിവസത്തേക്കോ ആയിരിക്കും. ഒരിക്കലും സ്വർണ്ണവിലയുടെ ബേസ് നഷ്ടപ്പെടില്ല. അതിനുള്ള കാരണം എന്താണെന്നും ഇന്ത്യൻ റിയൽ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം സ്വർണത്തിൻ്റെ ബേസിലാണ് കറൻസി പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. ഒരിക്കലും ആ വില ഒരിക്കലും തകരില്ല. നമ്മൾ വില കുറയുന്നു കൂടുന്നു 560 എല്ലാം പറയുന്നത് കറൻസിയെ ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു പരിധി വിട്ട് ഒരിക്കലും തകരില്ല. ഇത് ഇപ്പോൾ ഈ വാക്സിനിലുള്ളൊരു പ്രതീക്ഷയും ഈ അമേരിക്കൻ, ഞാൻ നേരത്തെ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞതുപോലെ സ്റ്റിമുലസ് പാക്കേജിൻ്റെ ഒരു ഡിലേയും കൊണ്ട് മാത്രമാണ് ഈ വില തകർച്ച വന്നിരിക്കുന്നത്. ഇത് വീണ്ടും സ്വർണം സെൽഫ് കറക്ഷൻ നടത്തും. ഇപ്പോൾ ഇന്ന് ഇന്ത്യയിൽ 2 വാക്സിനുകൾക്ക് ഫൈസർ എന്ന് പറയുന്ന കമ്പനിക്ക് വാക്സിനെ ഒരു അനുമതി നിഷേധിച്ചെങ്കിലും മറ്റ് 2 കമ്പനികൾക്ക് ഇന്ന് ഒരു അനുമതി, അതായത് ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച കോവാക്സിൻ പോലുള്ള അവരുടെ ഒരു പരീക്ഷണത്തിലേക്കാണ് ഇന്ത്യയിൽ പോയിട്ടുള്ളത്. പക്ഷേ അമേരിക്കയിലും മറ്റുള്ള രാജ്യങ്ങളിലും എല്ലാം വാക്സിനുമായി ഒരുപാട് രാജ്യം മുന്നോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വില തകർച്ച നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ആഴ്ചയിൽ ഈ വാക്സിനിലെങ്ങാനും പരാജയപ്പെട്ടാൽ മാത്രമേ വൻ ഉയർച്ചയിലേക്ക് സ്വർണം പോവുകയുമുള്ളൂ. അതും എല്ലാവരും മനസ്സിലാക്കുക. പിന്നെ പറയാനുള്ളത്, ആളുകൾ പലരും ഈ തകർച്ച എന്ന് പറഞ്ഞ്, പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലുകളിൽ ഈ തകർച്ച എന്ന് പറയുന്നത് അവരുടെ തംബ്നെയിലൊന്ന് സ്ട്രോങ് ആക്കിയിട്ടൊക്കെ കൊടുക്കും, വ്യൂസും മറ്റും കൂടാൻ വേണ്ടിയിട്ട്. അതിൽ പരിഭ്രാന്തരായി അല്ലെങ്കിൽ കളങ്കിതരായി കളങ്കപ്പെടുത്താൻ വേണ്ടി ചിലരും ചെയ്യുന്നുണ്ടാവാം. പറയാൻ പറ്റില്ല, എനിക്കറിയില്ല, അറിയാത്ത കാര്യമാണ്. എന്നാൽ ഞാൻ പറയാം, ചെയ്യുന്നുണ്ടോ ഇല്ലേ നമുക്കറിയില്ല. അങ്ങനെ ബാങ്കുകളോ അല്ലെങ്കിൽ വലിയ കുത്തക മുതലാളിമാരെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിലൊന്നും നിങ്ങൾ ആരും വീയരുത്. സ്വർണത്തിന് ഒരിക്കലും വില തകർന്ന് ഇല്ലാതെയാവില്ല. ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി എന്നുള്ള രീതിയിലേക്കുള്ള ഒരു കുറവേ സ്വർണത്തിന് വരികയുള്ളൂ. അത് എല്ലാവരും മനസ്സിലാക്കുക. ഇനി ഇതുപോലെ വരാൻ പോകുന്ന ദിവസം സ്വർണ്ണവില അറിയുന്നതിന് വേണ്ടി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഞാൻ പറഞ്ഞു, ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, $28 കുറഞ്ഞു. അതിൽ തന്നെ 10 മണി വരെ, രാവിലെ 10 മണി വരെ തന്നെ $11 കുറഞ്ഞിരുന്നു. പിന്നീട് ഒരു $9 കുറഞ്ഞിരുന്നു. പിന്നെ അതൊരു $11 കണ്ടിന്യൂ ചെയ്തു. വില ഉയരാതെ പിടിച്ചു നിൽക്കുക. അത്രയും ആവറേജ് ത്രൂ ഔട്ട് ദ ഡേ പിടിച്ചു നിൽക്കുക എന്നുള്ളത് തന്നെ ഒരു വലിയ ഒരു
ഫാക്ടറാണ് അതിനെ സംബന്ധിച്ച്. കാരണം വില കുറയും കൂടും നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അതിൻ്റെ മാറ്റം വരും. എനിവേ ഞാൻ എൻ്റെ പഴയ ഒരു വീഡിയോ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനെ പരിഗണിക്കാതെ തന്നെ ആണ് അത് ഇപ്പോൾ കുറച്ച് മുമ്പ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. എന്ത് വില കുറയാൻ സാധ്യതയുണ്ട് അങ്ങനത്തെ രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത്. ഇതിപ്പോൾ പൂർണ്ണ ആത്മവിശ്വാസത്തോടെയാണ് പറയുന്നത് വില തകർന്നടിയും എന്നുള്ളത്. കാരണം അത്രയ്ക്കും വലിയ മാറ്റം വന്നതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ ഇന്ത്യൻ റിയലിന് എന്താ അങ്ങോട്ട് മഴ പെയ്യാനും മഴ പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ പറയാൻ താല്പര്യമുണ്ടായിട്ടല്ല. പലപ്പോഴും ഇന്ത്യൻ റിയൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളൊരു സ്റ്റാൻഡ് എടുക്കാറുള്ളത്. കാരണം സ്വർണ്ണവിലയാണ്, അത് ഉള്ള വാർത്തയെ കൊടുക്കാൻ പറ്റുള്ളൂ. വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ടോ ലേക്ക് കൂട്ടാൻ വേണ്ടിയിട്ടോ ഞാൻ ഇന്നൊരു നുണ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്കതൊന്നും ഇഷ്ടപ്പെടില്ല. നാളെ നിങ്ങൾ അതിൽ നിന്ന് പിന്തിരിയും. അതുകൊണ്ട് തന്നെ യഥാർത്ഥ വിവരം തന്നെയാണ് നിങ്ങൾക്ക് നൽകുക. വോയിസ് ക്ലിപ്പിലൂടെ തമ്പനയിലും അതുപോലെ തന്നെ വോയിസ് ക്ലിപ്പും രണ്ടും കമ്പയർ ചെയ്തിട്ട് വേണം നിങ്ങൾ നോക്കുവാൻ വേണ്ടിയിട്ട്. അല്ലാതെ ടെക്സ്റ്റ് മാത്രം വായിച്ച് പോവരുത്. അതിലെ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് വിശദീകരണം നൽകുന്നത് വോയിസ് ക്ലിപ്പിലൂടെയാണ്. അത് എല്ലാവരും മനസ്സിലാക്കുക. എന്നിട്ട് മാത്രം വിമർശനം ഉന്നയിക്കുക. കാരണം ഇപ്പോൾ പറഞ്ഞില്ലേ, 1 മണിക്കൂർ കൊണ്ടാണ് ഇത്രയും വലിയ ഒരു അത്ഭുതം സംഭവിച്ചു കഴിഞ്ഞത്. ഇതുപോലുള്ള അത്ഭുതങ്ങൾ സംഭവിക്കുമ്പോൾ ഇന്ത്യൻ റിയൽ വീഡിയോ ചെയ്തതിന് ശേഷം ഇതുപോലുള്ള വൻ അത്ഭുതങ്ങൾ സംഭവിക്കുമ്പോഴാണ് ഈ ഫോർകാസ്റ്റിംഗ് തെറ്റുക. അത് തെറ്റാതിരിക്കാൻ വേണ്ടി ഇന്ത്യൻ റിയൽ പല രീതിയിലുള്ള മുൻകരുതലുകളും മാർക്കറ്റുകളെക്കുറിച്ച് യഥാർത്ഥ രീതിയിൽ പഠനം നടത്തിയിട്ട് എവാലുവേഷൻ നടത്തിയിട്ട് അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് നല്ലവണ്ണം പഠനം നടത്തിയിട്ടാണ് ഇന്ത്യൻ റിയൽ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്നിട്ടും എന്നാൽ പോലും ചില ദിവസങ്ങളിൽ തെറ്റും. കാരണം ഈ കോവിഡ് പ്രതിസന്ധി കാരണം എന്താണ്, മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ബയാസ്ഡാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ ചലിക്കുകയാണ്. ഇന്നലെ വില കൂടുക, ഇന്ന് വില കുറയുക, അങ്ങനെയൊക്കെ ഒരു പ്രത്യേക പ്രതിസന്ധിയാണ് ഈ അങ്ങനെ ഒരു കാണുന്ന ഒരു നിലയാണ് ഇപ്പോൾ ഉള്ളത്. എനിവേ ഗോൾഡ് പ്രൈസ് ഒരിക്കലും എന്താവില്ല, കുറഞ്ഞ് ഇല്ലാതാവില്ല. അത് വളരെയധികം പോയിൻ്റാണ്. അത് ഇന്ത്യൻ റിയൽ ഇപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെയുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യൻ റിയൽ അതും പറയുന്നത്. അല്ലാതെ 25,000, 26,000, 29,000 ആവും എന്ന് ഇന്ത്യൻ റിയൽ ഇന്നിപ്പോൾ വലിയ വിദഗ്ധനായ ആൾ പറഞ്ഞിട്ടുണ്ട്. 50% ഒക്കെ കുറയുമെന്നൊക്കെ. പക്ഷേ ഇന്ത്യൻ റിയൽ ആത്മവിശ്വാസത്തോടെ പറയുന്നത് നേരെ തിരിച്ചാണ്. ഒരിക്കലും എന്താവില്ല, കുറയില്ല എന്നാണ് പറയുന്നത്. കാരണം സ്വർണ്ണവില ഒരുപാട് പോകും. 40, 45, 50 ഒക്കെ കാലം കഴിയുന്നോറും 1,00,000 ഒക്കെ ആയിപ്പോവും. അതിനൊക്കെ ടൈം എടുക്കും 1,00,000 വരെ. അല്ലാതെ ഇന്നോ നാളെ 1,00,000 ആവും എന്നല്ല പറയുന്നത്. അത് ഇന്ത്യൻ റിയലിന് അറിയുമെങ്കിൽ ഇന്ത്യൻ റിയൽ എല്ലാം വിറ്റിട്ട് സ്വർണം വാങ്ങും, അത് വേറെ കാര്യം. പക്ഷേ ഇതൊക്കെ ക്രോസ് ചെയ്ത് പോവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥ പണം എന്ന് പറയുന്നത് സ്വർണ്ണമാണ്. അതിന് ഡിമാൻഡ് വരും, അതിന് ആവശ്യക്കാർ വരും. അത് ലിമിറ്റഡ് റിസോഴ്സാണ്. എന്ത് വിറ്റ് കഴിഞ്ഞാലും പണം ഒരു ചാക്ക് കിട്ടിയിട്ട് കാര്യമില്ല. കാരണം അത് ഇല്ലാതെയായിട്ട് മാറുകയാണ്. എന്നാലും എല്ലാവരും ലീഗലി ആയിട്ടാണ് സ്വർണം കരസ്ഥമാക്കാൻ ശ്രമിക്കാൻ പാടുള്ളൂ. ഇന്ത്യൻ റിയലിൻ്റെ വാർത്ത കേട്ടിട്ട് ആരും ഇല്ലീഗലായിട്ട് സ്വർണത്തിൻ്റെ പിറകെ പോകരുത്. എല്ലാത്തിനും ഒരു ലീഗലി ആയിട്ട് പോകണം. രാജ്യത്തിൻ്റെ എന്താ പറയുക, നിയമവ്യവസ്ഥക്കുള്ളിൽ നിന്നിട്ട് വേണം ടാക്സ് അടച്ച് കയ്യിൽ കരസ്ഥമാക്കാവുന്ന രീതിയിലുള്ള സ്വർണം, അതിൻ്റെ നിയമവശത്തിലൂടെ വേണം എല്ലാവരും സ്വർണം കരസ്ഥമാക്കാൻ. അല്ലാതെ നമ്മൾ സ്വർണം കരസ്ഥമാക്കിയിട്ടും കാര്യമില്ല, സമാധാനവും ഉണ്ടാവില്ല. ഏത് സമയവും ആ സ്വർണം നമ്മളിൽ നിന്ന് പിടിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ലീഗലി വേണം എല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ രാജ്യത്തെ ബഹുമാനിക്കണം, രാജ്യത്തിൻ്റെ എല്ലാവിധ നിയമങ്ങളും നമ്മൾ പാലിക്കണം. സ്വർണത്തിൻ്റെ പിറകെ പോകുമ്പോൾ അത് വളരെയധികം എല്ലാവരും ശ്രദ്ധിക്കണം. അത് ഇന്ത്യൻ റിയലിൻ്റെ വാർത്ത കേട്ടിട്ട് ആരും തെന്നി മാറിപ്പോകാൻ പാടില്ല. രാജ്യം കഴിഞ്ഞിട്ട് തന്നെ ഉള്ളൂ നമുക്ക് എല്ലാം. അത് ഇന്ത്യൻ റിയലിൻ്റെ പേര് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇന്ത്യൻ എന്നുള്ള ആ പേര് തന്നെ വരുന്നത് ആ രാജ്യസ്നേഹത്തിൽ നിന്നാണ്. അതുകൊണ്ട് എല്ലാ നിയമങ്ങളും ടാക്സുകളും അടച്ച് രാജ്യത്തിൽ എന്തൊക്കെയാണോ നിയമങ്ങളുള്ളത് അതിനനുസരിച്ച് സ്വർണം കരസ്ഥമാക്കുക. കാരണം സ്വർണം നിങ്ങൾ കൈവശപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് ബിസിനസ് തകരുകയോ അല്ലെങ്കിൽ കോവിഡ് പോലുള്ള പ്രതിസന്ധികൾ നിങ്ങളെ നേരിടുമ്പോഴോ നിങ്ങൾക്ക് ലോകം മുഴുവൻ കുലുങ്ങിയാലും നിങ്ങൾ കുലുങ്ങില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ബേസ് ഉണ്ട്, അതായത് യഥാർത്ഥ പണം നിങ്ങളുണ്ട്. അല്ലാതെ ഒരു ഫാക്ടറിയോ മറ്റും മാത്രം തുടങ്ങി നിങ്ങൾ ബേസ് കറക്റ്റാക്കാതെ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ നടത്താതെ നിങ്ങൾ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഏത് സമയത്തും സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്താലും എവിടെ ഓയിൽ എവിടെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താലും അതൊക്കെ ഏത് സമയത്തും ഒരു ബലൂണ് പോലെ, പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ ഈ പ്രതിസന്ധി നമ്മൾ കണ്ടില്ലേ, എല്ലാം ബലൂണ് പോലെ വീർക്കാണ് സ്റ്റോക്ക് എല്ലാവിധ മാർക്കറ്റുകളും. ഒരു സമയത്ത് ഏത് സമയത്തും അത് പൊട്ടിപ്പോകും. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് എല്ലാവരും ഒരു സ്ഥിര നിക്ഷേപം എന്നുള്ളതിൽ ഒരു ഏറ്റവും സേഫ്റ്റി ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ഗോൾഡ്. അതിൽ എല്ലാവരും നടത്തുക. എന്നാൽ ഏത് വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈ സാമ്പത്തികപരമായി ഗോൾഡ് നിങ്ങളെ സഹായിക്കും. മനസ്സിലാക്കുക.
അതാണ് അതിൽ ഏറ്റവും വലിയ പോയിന്റ്. കാരണം നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും ഒരു ഭാഗം പൈസ നിങ്ങൾ ഗോൾഡ് വാങ്ങാൻ വേണ്ടിയിട്ട് എടുത്തു വെക്കണം. നിങ്ങൾ ഇപ്പോൾ ഒരല്പം 1, 5, 10 കൊല്ലത്തിന് നിങ്ങൾ ഒന്ന് കഷ്ടിച്ച് ജീവിച്ചു പോയാലും നിങ്ങൾക്കൊരു ബേസ് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വരുന്ന പൈസയിൽ നിന്ന് ആ ശതമാനം കുറക്കാനും കഴിയും. അത്രയും രീതിയിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജീവിക്കാനും കഴിയും. അത് എല്ലാവരും മനസ്സിലാക്കുക. അത് തന്നെയാണ് ലോകത്തിലെ എല്ലാവിധ കോടീശ്വരന്മാരുടെയും അല്ല, കോടീശ്വരന്മാരാവാൻ വേണ്ടിയിട്ട് ഉപദേശം നൽകുന്ന എല്ലാ ആളുകളും നൽകുന്ന ഒരു പ്രാഥമികമായിട്ടുള്ള വിദ്യാഭ്യാസം. തകരരുത്. ഉയരുന്നതിനനുസരിച്ച് ഉയർന്ന പണം, ഉയരത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ആ പണം ഒരിക്കലും തകരാതെ സൂക്ഷിക്കണം. അല്ലാഞ്ഞാൽ ഒരു ഭാഗ്യത്തിൻ്റെ പേരിൽ ഒരാൾക്ക് ഒരുപാട് സമ്പത്ത് കിട്ടിയാൽ അത് ഏത് സമയത്തും അയാൾക്ക് ഒരു നിർഭാഗ്യത്തിൻ്റെ പേരിൽ നശിച്ചു പോവുകയും ചെയ്യും. പക്ഷേ ബുദ്ധിപരമായി നേടിയെടുത്ത സമ്പത്ത് മാത്രമേ എന്നെന്നും നിലനിൽക്കുകയുള്ളൂ. കാരണം അത് നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കാനും നിങ്ങൾക്ക് കഴിയണം. അതുകൊണ്ടാണ് പെട്ടെന്ന് പല കോടീശ്വരന്മാരൊക്കെ പെട്ടെന്ന് ആത്മഹത്യകളിലേക്കും മറ്റുള്ളതൊക്കെ പോകുന്നത്, പെട്ടെന്ന് സമ്പത്ത് നഷ്ടപ്പെടുമ്പോൾ. എന്നാൽ ബുദ്ധിമാന്മാരായ ബഫറ്റിനെ പോലുള്ള, ബിൽഗേറ്റ്സിനെ പോലുള്ള, പിന്നെന്താ അയാൾ മറ്റൊരു പേര് മറന്നുപോയി, നമ്മൾ കിയോസാക്കിനെ പോലുള്ള, അങ്ങനെ ഒരുപാട് അവരുണ്ട്. അവർ എപ്പോഴും അവരുടെ സേഫ്റ്റി റേഞ്ച് അവർ മെയിൻറ്റെയിൻ ചെയ്യും. അതിനൊക്കെ അവർ ഉപയോഗിക്കുന്ന ഒരു മേഖല ഗോൾഡാണ്. ബഫറ്റ് സ്വർണം വാരിക്കൂട്ടി എന്നാണ് പറയുന്നത് ആ വില. എന്നിട്ട് അതിന് ശേഷം വില തകർന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ബഫറ്റിന് അബദ്ധം പറ്റിയെന്ന്. പക്ഷേ അബദ്ധം പറ്റിയിട്ടില്ല ബഫറ്റിനെന്ന് തെളിയിക്കുന്നതായിരുന്നു സ്വർണ്ണവില പിന്നീട് തകരാതെ ഇനിയും ഉയർന്നു പൊങ്ങും എന്ന് ഇന്ത്യൻ റിയൽ വിശ്വസിക്കുന്ന പോലെ ബഫറ്റും വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ദിവസത്തെ സ്വർണ്ണവില അറിയാൻ കഴിയും. അതൊരു വലിയ കാര്യം. അതുമാത്രമല്ല കുറേ കാലത്തേക്കുള്ളതും. എല്ലാം ക്രിയേറ്ററിനെ ശരിക്കും അറിയുള്ളൂ. അത് വേറെ ഒരു കാര്യം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.